വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. നമുക്ക് +1 അക്കൗണ്ടൻസി എക്സാം ആണ് ഓൺ 19th മാർച്ച് 19 നമ്മുടെ അക്കൗണ്ടൻസി എക്സാം +1 സ്റ്റുഡൻസിന്. 16 അവർക്ക് എക്കണോമിക്സും ഉണ്ട്. അപ്പോൾ ഒരു നീണ്ട സ്റ്റഡി ലീവിനാണ് നിങ്ങൾ അല്ലേ, ഒരു എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു ആഴ്ചയൊക്കെ മേലെ നല്ല രീതിയിൽ സ്റ്റഡി ലീവ് കിട്ടുന്നുണ്ട്. ഒരു 10 ദിവസത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ലീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എക്കണോമിക്സ് പഠിക്കാതെ കുറച്ചെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം എക്കണോമിക്സ് കഴിഞ്ഞാൽ നമുക്ക് 2 days അതിൻ്റെ ഉള്ളിലുള്ളത് അക്കൗണ്ടൻസി. അപ്പോൾ ഇപ്പം നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഇപ്പം നിങ്ങൾ ഏത് പാഠം പഠിക്കണം, ഏത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് എന്നൊക്കെയുള്ള വീഡിയോ ആണ്. ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ തിയറീസ് പറയുന്നുണ്ട്. സോ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് അക്കൗണ്ടൻസിലെ 2 കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ആണുള്ളത്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉള്ള കുട്ടികളും ഉണ്ട്, AFS കുട്ടികളും ഉണ്ട്. ഇവർ തമ്മിലുള്ള +1 മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്കിലാണ്. +2 ഇവർക്ക് പ്രാക്ടിക്കൽസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് ഇല്ലാത്ത സെക്ഷനൊക്കെ വരുന്നത്. +1 നിങ്ങൾക്ക് ആർക്കും തന്നെ എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്ക് ഒന്നും പഠിക്കേണ്ട. ബോത്ത് സ്റ്റുഡൻസ് യു ഹാവ് ടു സ്റ്റഡി ഓൺലി 1 ടെക്സ്റ്റ് ബുക്ക്. അതേപോലെ തന്നെ ഒരേ ചാപ്റ്റേഴ്സ്, ഒരേ സിലബസ്, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഒരേ ഒരു കാര്യത്തിലാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് അക്കൗണ്ടൻസി എക്സാം 60 വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ. AFS കുട്ടികൾക്ക് 80 വരുന്നത്. ഈ ഒരു വ്യത്യാസം ഒഴികെ വേറൊരു വ്യത്യാസവും നിങ്ങൾ തമ്മിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ വെയിറ്റേജിൽ വ്യത്യാസമുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓരോ മാർക്കിന്റെ വെയിറ്റിലാണ്. നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് മിസ് ചെയ്തിരിക്കുന്നത്. 8 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 8 ചാപ്റ്റേഴ്സിൽ ലാസ്റ്റ് ചാപ്റ്റർ കുറേ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 2 സെക്ഷൻ ആയിട്ടാണ്, കുറേ സ്റ്റുഡൻസിന് എല്ലാം ഒറ്റ പാടായിട്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മിസ് ഒറ്റ പാടായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 6 മാർക്കിനും AFS കുട്ടികൾക്ക് 8 മാർക്കിനുമാണ് അതിൽ നിന്ന് വെയിറ്റേജ് വരുന്നത്. ദെൻ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 6, AFSകാർക്ക് 8. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ്ലേഷൻ 1 AFSകാർക്ക് 10 മാർക്കും മറ്റവർക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ്ലേഷൻ 2 സെക്ഷനിൽ ഒരാൾക്ക് 9, ഒരാൾക്ക് 10. ദെൻ BRS ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലെ അക്കൗണ്ടൻസിയിൽ നമ്മളെ CAക്കാർക്ക് 5 മാർക്കിന്റെ വെയിറ്റേജും AFS കുട്ടികൾക്ക് 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. ട്രയൽ ബാലൻസ് നോക്കുമ്പോഴും അതേ കാറ്റഗറി 6, 8. ഡിപ്രീസിയേഷൻ 7, 8. ഇത്രയാണ് ഇവിടെ നമുക്ക് 7 പാഠത്തിൽ നിന്ന് വരുന്നത്. ദെൻ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പാഠമായത് ഫൈനൽ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. CAക്കാർക്ക് 15 മാർക്കിന് ചോദിക്കുമ്പോൾ AFSകാർക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ബോത്ത് സ്റ്റുഡൻസ് എല്ലാവരും പഠിക്കണം. CA സ്റ്റുഡൻസും AFSകാരും പഠിക്കേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു പ്രോബ്ലം, 8 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഒരു 7 or 8 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ അതിൽ കിട്ടിയിരിക്കണം. ബാലൻസ് ഷീറ്റ് ടാലി ആക്കാൻ പറ്റണം. ദെൻ പിന്നീട് നിങ്ങൾക്ക് അവിടെ 4 മാർക്കിന്റെ വേറൊരു പ്രോബ്ലം ചോദിക്കാം. ഇക്വേഷൻസ് വെച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ ചോദ്യം ഉണ്ടായിരിക്കും. ദെൻ പിന്നീട് നമുക്കൊരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാറുണ്ട്. ബാഡ് അപ്റ്റിന്റെയും പ്രൊവിഷന്റെയും അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ മോഡൽ എക്സാമിന്, ക്രിസ്മസ് എക്സാമിനല്ല മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു അത്. ദെൻ പിന്നീട് നമുക്ക് ഇവിടെ ചോദിക്കാവുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, അഡ്ജസ്റ്റ്മെന്റ് ജേർണൽ എൻട്രീസ് 4 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളിത് നോക്കിയേ, 15ഉം 20ഉം 5 മാർക്കോളം എക്സ്ട്രാ AFS കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത്രയും ഞങ്ങൾ തിയറി അവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തിയറി ഭാഗങ്ങൾ വരിക. അതിൽ നിന്ന് തിയറി എന്ന് പറയുമ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എബിറ്റ് എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചോദിക്കാം. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അവരോട് എന്ത് മാത്രമേ ചോദിക്കുള്ളൂ? ചിലപ്പോൾ 2-3 പ്രോബ്ലം കിട്ടാം. അവരുടെ 15 മാർക്കോടെ. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുമ്പോൾ AFS കുട്ടികൾ തിയറി നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് പാടാണ് പഠിക്കേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇന്ന് നോക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മിസ് പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ എനിക്ക് അറിയോ എന്ന് നോക്കാം. ദെൻ പിന്നീട് നമ്മൾ എല്ലാവരും സെക്കൻഡ് ആയിട്ട് പഠിക്കേണ്ടത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ്ലേഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് രണ്ടാമതായിട്ട് പഠിക്കേണ്ടത്. ദെൻ മൂന്നാമതായിട്ട് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ്ലേഷൻ 1. കാരണം എന്താണ്? അവിടെ നമുക്ക് പിന്നെ വെയിറ്റേജ് വരുന്നത് ആ ചാപ്റ്ററിൽ നിന്നാണ്. ഇവിടെ നമുക്ക് പർച്ചേസ് ഹിസ്റ്ററി ബുക്ക് ചോദിക്കാറുണ്ട്, പെട്ടി ക്യാഷ് ബുക്ക് ചോദിക്കാറുണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചോദിക്കാറുണ്ട്. ഇത് 3 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ കോൺട്രാ എൻട്രി എന്താണ്, ഇംപ്രസ്ഡ് എമൗണ്ട് എന്താണ്, പർച്ചേസസിലെ ഡെബിറ്റ് നോട്ട് വൗച്ചർ എന്താണ്, ക്രെഡിറ്റ് നോട്ട് വൗച്ചർ എന്താണ്, ജേർണൽ പ്രോപ്പർ എന്താണ്, ഇതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസ്ലേഷൻ 1 നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ജേർണൽ എൻട്രീസ് തന്നെയാണ്. ജേർണൽ എൻട്രീസ്, ജേർണൽ ലെഡ്ജർ തമ്മിലുള്ള ഡിഫറൻസസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, ഡെബിറ്റ് ക്രെഡിറ്റ്, തെറ്റി തരിക, മാച്ച് ദ ഫോളോയിങ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അതൊക്കെയാണ് നമുക്ക് ഈ 2 പാർട്ടിൽ നിന്ന് ചോദിക്കാവുന്ന തിയറി ക്വസ്റ്റ്യൻസ്. AFS കുട്ടികൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇവരെക്കാൾ കൂടുതൽ വെയിറ്റേജ്
നോളജ് നിങ്ങൾക്കാണുള്ളത്. ദെൻ പിന്നീട് ഇപ്പോൾ നമ്മൾ 3 പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് ദെൻ നിങ്ങൾ പിന്നീട് പഠിക്കേണ്ട ചാപ്റ്റർ ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററാണ് 4ാം സെക്ഷനായിട്ട് പഠിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരിക്കും, 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയും എക്സ്പെക്ട് ചെയ്യാം. ഈ പ്രോബ്ലം ചിലപ്പോൾ 5 മാർക്കിന് AFSകാരോട് ചോദിക്കാം, 4 മാർക്കിനായിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റുഡൻസിനോട് ചോദിക്കാം. ദെൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് തമ്മിൽ ഡിഫറൻസ് ചോദിക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതിൻ്റെ നീഡ് ചോദിക്കാം, ഇമ്പോർട്ടൻസ് ചോദിക്കാം. ദെൻ ഈ 4ാം പാഠം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് ഉറപ്പിച്ച് പഠിക്കേണ്ടത് ട്രയൽ ബാലൻസ് ആണ്. 5th സെക്ഷനായിട്ട് 5ാമത്തെ ഓർഡറിൽ പഠിക്കേണ്ടത്. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ ചോദിക്കാം, ടൈപ്സ് ഓഫ് എറേഴ്സ് ചോദിക്കാം, എറേഴ്സിന്റെ ഒരു പ്രോബ്ലം ചോദിക്കാം. കൂടുതൽ തിയറി പോർഷൻ IFS കുട്ടികൾ ശ്രദ്ധിക്കാം. ദെൻ പിന്നീട് നമ്മൾ 6ാമത്തെ സെക്ഷനായിട്ട് പഠിക്കേണ്ടത് BRS ആണ്. BRS എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് കുട്ടികൾ ചിലപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് എ BRS മാത്രമായിരിക്കും ഒരു പ്രോബ്ലം തരുള്ളൂ. AFSകാരോട് അതിന്റെ കൂടെ അതിന്റെ കോഴ്സസ് ചോദിക്കാം, BRS എന്താണെന്ന് ചോദിക്കാം. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ക്യാൻ യു ഡിഫൈൻ 2 മാർക്കിനാക്കാം. അതേപോലെ വാട്ട് ആർ ദ ഇംബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്, ഡിഫറെന്റ് കോഴ്സസ് ഏതൊക്കെയാണ് ആ കാരണങ്ങൾ, അതായത് ഡെപ്പോസിറ്റ് ചെയ്തു ക്രെഡിറ്റ് ആയില്ല, പേയ്മെന്റ് നൽകി ക്രെഡിറ്റ് ആയി, അതൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാരണങ്ങളുണ്ടല്ലോ, അത് പഠിക്കാം. അപ്പോൾ AFSകാർ നല്ലപോലെ തിയറി നോക്കണേ. ദെൻ പിന്നീട് നമ്മൾ 7ാമതായിട്ട് പഠിക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ള കാരണം അവിടെ നമുക്ക് എന്താണ് അക്കൗണ്ടിങ്, അതിന്റെ കുറച്ച് ടേംസുകൾ, ഫിക്സ്ഡ് അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എല്ലാം പഠിക്കണം. 7th ആയിട്ട് ലാസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ഏറ്റവും ലാസ്റ്റ് 1 ആയിട്ടാണ് മിസ് ഈ ചാപ്റ്റർ. ഈ സെക്കൻഡ് ചാപ്റ്റർ എപ്പോഴും ലാസ്റ്റിലേക്കാണ് ഞാൻ വെക്കാറ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പോലെ അങ്ങനെയാണ്. കാരണം എന്താണെന്നറിയോ, ഫുൾ തിയറിയാണ്, കംപ്ലീറ്റ്ലി തിയറിയാണ്. മാത്രമല്ല നമ്മൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച കംപ്ലീറ്റ് വന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കൺസെപ്റ്റുകളും അസംഷൻസും പഠിക്കാം. അതാണ് നിങ്ങൾക്ക് അവിടുന്ന് വരാവുന്നത്. ഇതിൽ നമുക്ക് കമ്പ്യൂട്ടറിസ്റ്റുകാരോട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തിയറി കൺസെപ്റ്റ് എങ്ങാനും ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിന് ചോദിക്കാം. AFSകാരോട് മാച്ച് ദ ഫോളോയിങ്ങും ചോദിക്കാം, എക്സ്പ്ലനേഷനും ചോദിക്കാം. പിന്നെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഫുൾ സെന്റൻസ് എന്താണെന്നൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഓർഡറിൽ വേണം നിങ്ങൾ എന്ത് പഠിക്കാനായിട്ട്, ഇനി അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. ഫസ്റ്റ് ഇയർ ആണ്, ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ദെൻ അപ്പോൾ ഇത്രയും ഓർഡർ വൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി. പാഠം എങ്ങനെയാണ് ഞാൻ ഓർഡറിൽ പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് മെയിൻ പഠിക്കേണ്ടത് കിട്ടി. ഇനി പ്രോബ്ലംസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ എത്ര മാർക്കിന്റെ പ്രോബ്ലംസ് ആണ് വരാറ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് എനി 6 അഡ്ജസ്റ്റ്മെന്റ്. എനി 6 അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയതല്ല, ഓർഡർ വൈസിൽ ഒരു 6 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിനൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം നമുക്ക് ബാഡ് അപ്റ്റും പ്രൊവിഷൻസ് ഒന്നും ഇല്ലാത്ത അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും അറിയണം. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ഇൻകം, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിപ്രീസിയേഷൻ, ഒരു ബാഡ് അപ്റ്റ് ആൻഡ് ഒരു പ്രൊവിഷൻസ്. ഇതെന്തായാലും അതുപോലെ എക്രൂഡ് ഇൻട്രസ്റ്റ്, അതുപോലെ എക്രൂഡ് ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെന്തായാലും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം. ദെൻ പിന്നീട് നിങ്ങൾ അതിൽ ബാഡ് അപ്റ്റിലല്ലോ പ്രൊവിഷനിലോ എന്ന് സമാധാനിച്ചിരിക്കേണ്ട. അതിൽ നിന്ന് തന്നെ നമുക്ക് 4 മാർക്കിന്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ബാഡ് അപ്റ്റും പ്രൊവിഷനും വരാറുണ്ട്. അതായത് ഓൾഡ് പ്രൊവിഷൻ തരും, ന്യൂ പ്രൊവിഷൻ തരും, അതുപോലെ തന്നെ ഓൾഡ് ബാഡ് അപ്റ്റ് തരും, ന്യൂ ഫെർദർ ബാഡ് അപ്റ്റ് തരും. ഇതിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് P&L ബാലൻസ് ഷീറ്റിലും ഏതാണെന്നാണ് പിന്നീട് നമുക്ക് ചോദിക്കാറ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, മുന്നത്തെ വർഷങ്ങളിൽ നമ്മൾ ഇട്ടിരുന്നു. അതുപോലെ ഇംപ്രൂവ്മെന്റിൽ എക്സ്ട്രാ ഇട്ടിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇനിയും വീഡിയോ വേണം, ലേറ്റസ്റ്റ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കാം. നമ്മൾ എന്തായാലും വേഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ 2 എണ്ണവും നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ചാപ്റ്ററിൽ നിന്നാണ് അത് വരുന്നത്. ദെൻ ഒരു BRS ചെയ്യാൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, ഓവർ ഡ്രാഫ്റ്റ് അല്ലാത്തത്. ഓവർ ഡ്രാഫ്റ്റ് ആവുന്നത് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതിയാവും. അതായത് എങ്ങനെയാണ് ഒരു BRS ചെയ്യുക, നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് വരാറ്. ദെൻ അസറ്റ് ഇക്വേഷൻ പ്രോബ്ലം. അസറ്റ് ഇക്വേഷൻ പ്രോബ്ലം നമുക്ക് 4 മാർക്കിന് 3 മാർക്കിനെ പോകാറുള്ളൂ. അസറ്റ് ഇക്വേഷൻ ഏതാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ്, അത് മാച്ച് ആവുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ട് നമ്മളത് മാച്ച് ആക്കാം. ദെൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ഇത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്, 100% എനിക്ക് ഉറപ്പാണ് ചെയ്യാൻ കിട്ടുമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനേക്കാൾ ബെറ്റർ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ടാലി ആയാൽ നമുക്കറിയാം, എൻ്റെ ആൻസർ കറക്റ്റ് ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആവണമെങ്കിൽ എക്സാം കഴിഞ്ഞ് ബാക്കിലോട്ട് ചോദിക്കുന്നത് വേണം. ഓക്കെ, ദെൻ ഏതെങ്കിലും 15 ട്രാൻസാക്ഷന്റെ ജേർണൽ എൻട്രീസ് എഴുതാൻ അറിഞ്ഞിരിക്കണം. 15 ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മിസ് 15 ട്രാൻസാക്ഷൻ അങ്ങനെ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പർച്ചേസ് ചെയ്യുക, സെയിൽസ് ചെയ്യുക, പർച്ചേസസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, കുറച്ച് എക്സ്പെൻസസ്, കുറച്ച് ഇൻകം. ദെൻ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഒരു എന്താ പറയുക, ഒരു ഡെപ്റ്ററിൻ്റെ ഒരു ട്രാൻസാക്ഷൻസ്. ഇപ്പം തന്നെ ആയി നമുക്കൊരു 8 എണ്ണം. അതൊരു 2-3 എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ്സുകളും ഒക്കെ ആണെച്ചെങ്കിൽ അതും ഓക്കെ ആയി. അങ്ങനെയാണ് ഒരു 15 ജേർണൽ എൻട്രീസ് അറിയണം. കാരണം ജേർണൽ എൻട്രീസും 8 മാർക്കിന് നമുക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ.
ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിന് പകരം ചിലപ്പോൾ നമുക്ക് പെട്ടി ക്യാഷ് ബുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ പെട്ടി ക്യാഷ് ബുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കാം. ദെൻ ഒരു പർച്ചേസസ് ഡേ ബുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ മസ്റ്റ് ആയിട്ട് അറിയണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ല. അതേപോലെ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. എറേഴ്സിന്റെ കാൽക്കുലേഷൻസ്, എറേഴ്സ് എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പ്രോബ്ലംസിലുണ്ടല്ലോ 2-3 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒരു അസറ്റ് വരച്ചിട്ട് ഒരു എന്താ പറയുക ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു തരാം. ഒന്നാണ് എറേഴ്സിന്റെ റെക്ടിഫിക്കേഷൻ. അത് നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പകരം ബാക്കിയുള്ള എല്ലാം പഠിക്കുക. അപ്പോൾ റെക്ടിഫിക്കേഷൻ നമുക്കത് ഓർ ക്വസ്റ്റ്യനിലേക്ക് ആവും വരാം. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾ ബാക്കിയുള്ളത് ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ട് 4 എണ്ണം എഴുതിയാൽ മതി എന്ന് പറയും. ആ 5 എണ്ണത്തിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ബാക്കി 4 എണ്ണം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ്റെ ഒരു പ്രോബ്ലം. ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം പക്വമായിട്ട് അറിയാം, എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്നവർക്ക് അത് ചെയ്യാം. ഓക്കെ, ഡിപ്രീസിയേഷൻ്റെ ഒരു അസറ്റ് അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത്. മിഷനറി വരയ്ക്കുക, മിഷനറി ഫർണിച്ചറൊക്കെ വരച്ചിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു, അസറ്റ് പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു എന്നൊക്കെ നടത്തിയിട്ട് പ്രോഫിറ്റ് ഓൺ സെയിലും ലോസ് ഓൺ സെയിലൊക്കെ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ, പകരം ബാക്കിയുള്ളത് അറിയണം. അതേപോലെ തന്നെയാണ് പെട്ടി ക്യാഷ് ബുക്ക്. പെട്ടി ക്യാഷ് ബുക്ക് ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ തിയറി പഠിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് പ്രോബ്ലംസ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കുകയാണ് മിസ് ലൈബ്രറിയിൽ ഏറ്റവും ബെറ്റർ. ദെൻ ഇത്രയും പ്രോബ്ലംസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസിൽ കിടക്കാം. ഏതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. കൺസെപ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഡുവാലിറ്റി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി, മണി മെഷർമെന്റ്, എൻറ്റിറ്റി കൺസെപ്റ്റ്, വെരിഫിയബിൾ ഒബ്ജക്റ്റീവ്. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത്. ഇതൊക്കെ എന്താണെന്ന് കൂടി പഠിക്കാം. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ജേർണൽ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് ചിലപ്പോൾ പറ്റാറില്ല. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. നമ്മൾ ക്ലോസിംഗ് എൻട്രീസ്, ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അങ്ങനത്തെ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ജേർണൽ എൻട്രീസ് പഠിക്കണം. BRSന്റെ കോഴ്സസ് കൂടുതലും തിയറീസ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് AFS കുട്ടികളാണ്. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം 20 മാർക്ക് എക്സ്ട്രാ മറ്റേതേക്കാൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടണം. അതുകൊണ്ടാണ് സെയിം ചാപ്റ്റേഴ്സും സെയിം ബുക്ക് തന്നെയുള്ളൂ. അടുത്ത കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 ബുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ ആ കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവില്ല 80 മാർക്കിന്. സോ ഡിപ്രീസിയേഷൻ്റെ നീഡ്, കോഴ്സസ്, ഡിഫറെൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ഡിപ്രീസിയേഷൻ, എമോർട്ടൈസേഷൻ, ഡിപ്ലഷൻ തുടങ്ങിയിട്ടുള്ള ടേംസുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ്, എറേഴ്സ് ഉണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ, അക്യുറസി, അരിത്തമെറ്റിക് അക്യുറസി എത്രയാണെന്ന് അറിയണം. ഇതിനൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ജേർണലും 2 ഡിഫറൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ജേർണലും ലെഡ്ജറും തമ്മിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഓൺ ബാലൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഏതെങ്കിലും ഒരു ഡിഫറൻസ് നമുക്ക് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും, പഠിച്ചിരിക്കണം. കോൺട്രാ എൻട്രി എന്താണ് 2 മാർക്കിന് ചോദിക്കും. ഇംപ്രസ് സിസ്റ്റം എന്താണ് 2 മാർക്കിന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ നിങ്ങൾക്ക് ധീരമായിട്ട് ഇപ്പോൾ കളിച്ച് നടക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും അറിയുന്നില്ല എങ്കിൽ വേഗം പോയിരുന്ന് പഠിച്ചോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ ആഘോഷിച്ചാൽ മതി. നല്ല ലീവ് ഉണ്ട്, സ്റ്റഡി ലീവ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. സോ എവ്രി വൺ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നും ഇല്ലാന്നും പറയുന്നുണ്ട്. മാക്സിമം അത് അവോയ്ഡ് ചെയ്യും. ലാസ്റ്റ് ബാച്ചാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തതെന്നാണ് നമ്മൾ അറിഞ്ഞത്. സോ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്